ശേഷം വീണ്ടും സമർ ഇൻ ബത്ലഹേം എന്ന് നമ്മളെല്ലാവരും ഒരു അടിച്ചുപൊളി സിനിമകളുടെയൊക്കെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കൃത്യസമയത്താണ് സമർ ഇൻ ബത്ലഹേം തിയേറ്റേഴ്സ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കാം. അതിനായി ആദ്യം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സിനെയാണ്. ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ ആണ് സമർ ഇൻ ബത്ലഹേമിനെ പോലെ തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. Ladies and gentlemen, please put your hands together for നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി. ചേച്ചി ലുക്കിംഗ് സോ വൈബ്രന്റ് ആൻഡ് യങ്. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റായിരുന്നു. ആ പാട്ടിലെ ചേച്ചി ഇട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ളൊരു ചുരിദാർ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ വൈറ്റ് അത് തന്നെ. അപ്പം വാട്ട് ഡു യു ഫീൽ ചേച്ചി? എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പോൾ ഇവിടെ സിബി സാറും സിയാദിക്കും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമർ ഇൻ ബത്ലഹേമിൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ളൊരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യലായിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ളൊരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 18 വയസ്സ്. അപ്പോ അന്ന് സിബി സാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പോൾ അതിലിവിടെ നിവ്യ ഉണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാദക പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത്. അപ്പോൾ എല്ലാവരുടെ ഫാമിലീസും എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും ലിൻഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറേ തമാശകളും ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടൻ്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഇപ്പം നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ലേയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നൊരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിബി സാറിൻ്റെയും രഞ്ജിയേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല.
ഞാൻ ഒരു റീ റിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റീ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീ റിലീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇന്നത്തെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു ക്രൗഡിനോട് പറയാനുള്ളത്? ചില സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ്, നല്ല സിനിമകൾ സംഭവിക്കുകയാണെന്ന് പറയും. ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ ഒരു ലോഞ്ച് സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ, അന്ന് തമിഴിൽ വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു, മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കഥ ആലോചിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാ ചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ കോൺടാക്ട് സെറ്റിലാണ് ഒന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ പോയി. അതാണ് ഹം ഹാപ്പി എഗോൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ. അവിടെ തിയേറ്ററിൽ 100-ാം ദിവസം ഓടുമ്പോഴാണ് കാണുന്നത്. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, നമുക്ക് മലയാളത്തിൽ ഇതുപോലെ ഇത്തരത്തിലുള്ളൊരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ ഉള്ള ഒരു എൻ്റർടൈനർ നമുക്ക് ഉണ്ടായിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാം. അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി KT കുഞ്ഞുമോൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതേയല്ല. അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയോട് ഞാൻ പതുക്കെ വലിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പം അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യമാവുകയും അങ്ങനെ അവർ ഈ പ്രോജക്റ്റിലേക്ക് എത്തുകയാണ്. ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിൽ ആദ്യം തെറ്റുണ്ടായിരുന്നു മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ കണ്ണാടിക്കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടാസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുന്നതാണ് ഈ മഞ്ജുവിൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജു ആ പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു ബിസിനസ് ടാക്ടിക്സാണ്. ഇവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വരും. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാൻ സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജുവും പ്രഭുവും അഭിനയിക്കുന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ എന്നുള്ളത് ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. അതിന് ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസം കൂടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ എന്നൊരു ഇൻട്രൻസ് നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന രഞ്ജിത്തായിരുന്നു, രഞ്ജിത്ത്. തുടരുമെന്ന സിനിമയുടെയൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മറവത്തൂർക്കനം എന്ന് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നും ഈ സിനിമ
അതിൻ്റെ ആ യൗവനം നിലനിർന്നു. 27 വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടില്ല. ഇന്നും മഞ്ജുവിനെ പോലെ ആ യൗവനം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കായിട്ട് ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും. പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയിലേക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയകരമായി പര്യവസാനിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യങ്ങൾക്കും കൂടെയുള്ളതിനാലും നന്ദി പറയാം. താങ്ക് യു. Thank you, sir. Thank you so much. I think that was very much straight from the heart. അടുത്തതായി സിയാദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് നമ്മുടെ ഗ്യാപ്പിനോട് സംസാരിക്കാനായി. നമസ്കാരം. സിബി പറഞ്ഞ തന്നെ വളരെ യാദൃച്ഛികമായി ഞാൻ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. ഞാൻ സത്യനദിക്കാടും ഒക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. BTH ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം വേറെ പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിലാണ് ഞാൻ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെയ്യാം. ഞാൻ കുറച്ച് പടങ്ങളായി. പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. സിബി ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിനിമ സംഭവിക്കുന്നതാണ്. നമ്മൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം, എൻ്റെ ഭാവനയിലുള്ള കാര്യവും നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞിട്ടില്ല. അത് സംഭവിക്കപ്പെടും. അതിന് തോട്ട് പ്രോസസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഈ സമരം ബത്ലഹേമിൻ്റെ ഒരു പ്രത്യേകത സിബി നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ക്ലൈമാക്സ് നിരഞ്ജൻ എന്ന കഥാപാത്രമില്ല. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. പകുതിയായപ്പോഴും ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമിയുടെ കൂടെ ചുറ്റുപാടുമുള്ള ഡെന്നിസിനെയും അങ്ങനെയുള്ള കുറേ കാര്യം. അദ്ദേഹം ഒരു എക്സ്കർഷൻ മൂഡിലുള്ള സിനിമയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നെൻ്റെ മകൾ ഇവിടെയുണ്ട്. അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. മഞ്ജുവിന് ഒക്കെ അറിയാം. പക്ഷേ ഇപ്പോഴും അതിശയത്തോടു കൂടിയാണ് മഞ്ജുവിനെ അവളെ മീറ്റ് ചെയ്തത്. അവൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 4K റെസൊല്യൂഷനിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയോ ഭംഗിയാണ് ആ സിനിമ എന്ന് ഇപ്പം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റി. ഇത് കാലപ്പഴക്കം തോന്നിക്കാത്ത വിധത്തിൽ ഈ കോസ്റ്റ്യൂംസൊക്കെ മഞ്ജുവൊക്കെ ഇട്ട് കാണുമ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റ്സിനെയും മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസും എല്ലാം കണ്ടുകൊണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും സിനിമ കാണുക. ഇത്രയും മാത്രം ഞാൻ അഷ്യൂർ ചെയ്യുന്നു. എല്ലാ നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇരുപത്തേഴ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഓർമ്മ എന്താണ്? അന്നത്തെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്താണെന്നുണ്ട്? ആ ഷൂട്ടിംഗ് ദിവസങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പോയിട്ട് എല്ലാവരുടെയും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി കളിയും ചിരിയും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയായിരുന്നു അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയാൻ. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഷൂട്ടിങ്ങിൽ നിന്നും ഇപ്പം നിൽക്കുന്ന ഒരു മീൻസ് ആൾക്കാരെ ആരെയൊക്കെയാണ് മിസ് ചെയ്യുന്നത്? ശരി, അത് മണിയേട്ടൻ ഉണ്ട്, സുകുമാരിയമ്മ നമ്മുടെ കൂടെ ഇല്ല, മയൂരി അന്ന് നമ്മുടെ കസിൻസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മയൂരി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണുകയും കമ്മ്യൂണിക്കേറ്റും ചെയ്യാമല്ലോ. സിബി സാറിനോടാണ്. ഇതിന് ഷൂട്ടിങ്ങിനിടയിൽ ഈ മണിച്ചേട്ടനും ജയറാമേട്ടനും ഓൾവേസ് ഫണ്ണാണ്, നമുക്കറിയാം. അതിൽ ഈ മഞ്ജു ചേച്ചിയൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിങ്ങിനിടയിൽ ചിരി നിർത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ തമാശകളൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും സീരിയസ് ആവും. ബാക്ക് ടു
വർക്കാണ്. ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള. അന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് പോയി മാറിയിരിക്കത്തില്ല. നമ്മളെല്ലാവരും മൊബൈലില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ. ഞാനും ക്യാമറമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാവുക. ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശകൾ പറഞ്ഞു. പ്രത്യേകിച്ചും മണിയും ജയറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. അവർ തമ്മിൽ ഭയങ്കര വഴക്കിടുന്നതായിട്ടും അവസാനം അവർ അടിയുടെ വക്കത്തെത്തുന്നതിനായപ്പോഴത്തേക്ക് പെൺകുട്ടികളെല്ലാം പേടിച്ച്, ഓർമ്മയുണ്ട്, ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം അവർ തമ്മിൽ ഇപ്പോൾ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക്. അവസാനമാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാം, റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം എൻ്റെ ഒരു എല്ലാവരും പറയുന്നുള്ളൊരു ഫാമിലി വെക്കേഷനാണ്. സിയാദിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചൊരു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വിഷ്വൽസിനകത്ത്, എൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനകത്തൊക്കെ നമ്മളെ നമ്മളുള്ള ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒട്ടും ടെൻഷനായിട്ടില്ല. ഞാൻ ചെയ്ത മറ്റു സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സീനുകളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ. എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂം സതീഷിനായാലൊക്കെ അവരുടെയൊക്കെയും വലിയ കോൺട്രിബ്യൂഷനുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളത് നമ്മളുടെ ക്യാമറമാനാണ് സഞ്ജീവ് ശങ്കർ. ഇന്നും ഈ റീമാസ്റ്റേർഡ് കോപ്പി കാണുമ്പോൾ അന്നത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും. ഇത് പാക്കപ്പ് ആയതിനു ശേഷം എത്ര ദിവസം മഞ്ജു ചേച്ചിക്ക് ഹാങ് ഓവർ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പം അഭിരാമിയും ആമിയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ളൊരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പം അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാത്ത അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ കഥാപാത്രത്തിന്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെ കുറിച്ച്. കുതിരപ്പുറത്തുനിന്ന് വീഴാൻ പറഞ്ഞു, വീണു. അന്ന് വീണു, കയ്യൊക്കെ മുറിഞ്ഞു തോന്നും അല്ലേ. അതിന് തൊട്ട് മുമ്പാണ് ദയ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിനു വേണ്ടി കുതിരയോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നൊരു പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാല് പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും. അപ്പൊ അന്ന് സേഫ്റ്റി ഒന്നും നോക്കിയില്ല, കുറച്ച് പുല്ലെന്തോ ഇട്ടിരുന്നു എന്ന് തോന്നുന്നു. അതുപോലും ആലോചിച്ചില്ലായിരുന്നു. അന്ന് ചാടാൻ പറഞ്ഞു ചാടി, വീഴാൻ പറഞ്ഞു വീണു. അന്ന് അറിവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും അതിനെന്താ സേഫ്റ്റി എന്നുള്ളതെങ്കിലും ഞാനൊന്ന് നോക്കുമായിരുന്നു.
അതൊന്നും അന്ന് ചിന്തിച്ചില്ല. അമിതാവേശം. Sibu sir, first of all, congrats. Sir, താങ്ക് യു. 27 വർഷം കഴിഞ്ഞപ്പോൾ റീ റിലീസിന് വരുവാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അത്രയും ഫൺ മോഡിൽ പോയ ഒരു മൂവിയായിരുന്നു സമന്വല്ലയും. അവസാനം വന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും വേദനിപ്പിച്ചൊരു ക്യാരക്ടറാണ് നിരഞ്ജൻ. അപ്പം ലാലേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത്, അല്ലെ അതിൻ്റെ ഒരു തന്തു എന്തായിരുന്നു? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ്. തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയത്. ജോൺ പോൾ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്ത് രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത്. കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടും ഉള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് മാരിവെല്ലിൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്ത് ഒരു സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്, അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം, ഈ 2 പേരിലും മോഡിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു. ഈ 2 പേരെക്കാളും മുകളിൽ ഒരാളെ ഈ ആമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രജനീകാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു. അതിനെന്താ, നിങ്ങളുടെ സിനിമയില്ലേ, നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു. ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലിനടുത്ത് പറഞ്ഞു, ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, താടിയും പിടിക്കരുത്, ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പുറത്തെ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഒളിപ്പിച്ച് വെച്ചിരുന്നു. കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ 2 സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു 5-10 മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു. ലാലിൻ്റെ ഒരു പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു. ഇവർ 2 പേരും കൂടി ഒരു ബെഞ്ചിലിരുന്നിട്ട്. പക്ഷേ തിയേറ്ററിലെത്തി സിയാദ് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്നൈയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞോ, ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിൽ മൈമൂണിലത് കണ്ടിട്ട് പറഞ്ഞത്, ഇത് ആ 2 സീനിൻ്റെ ആവശ്യമില്ല, ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ കാരണം ഇത്രയും വലിയ ഒരു ലെങ്തി സീൻ എൻ്റെ ഇടയിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തിയേറ്ററിൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. കാരണം ഈ താലി കെട്ടി ബോധം കെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ്. ആ ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓൾ കേരള അത് മാറ്റുകയുണ്ടായി. പടത്തിലെ ലൊക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുൻപ് ഇറങ്ങിയ മലയാള സിനിമയിൽ അല്ലെങ്കിൽ അതിനുശേഷം അത്തരത്തിൽ വിഷ്വൽ ബ്യൂട്ടി തരുന്ന ലൊക്കേഷൻ കാണിക്കുന്ന സിനിമകൾ അധികം വന്നിട്ടില്ല. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ 2 പേരുടെ കൂട്ടുകെട്ടിലുള്ള ദേവദൂതൻ പോലുള്ള സിനിമകളിലൊക്കെയാണ് നമുക്ക് അത്തരത്തിൽ വിഷ്വലി നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്ന സിനിമകൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പടത്തിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് ഊട്ടിയിൽ തന്നെയാണ്. ഊട്ടിയിൽ സാധാരണ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതായത് വ്യത്യസ്തമായിട്ട് തോന്നിച്ചതിൻ്റെ കാരണത്തിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, സഞ്ജീവ് ശങ്കർ. സഞ്ജീവ് ശങ്കറാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി. അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാൻ നമ്മളൊരു ലൊക്കേഷൻ കാണുകയും നമ്മളതിവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ അതിന് വിഷ്വലി നമ്മളതിനെ
മുമ്പ് കണ്ട കാഴ്ചകളിൽ നിന്ന് മാറ്റി കാണിക്കാൻ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരുണ്ട്. സഞ്ജീവുണ്ട്, എൻ്റെ ആർട്ട് ഡയറക്ടറുണ്ട്, ബോബനായിരുന്നു. കോസ്റ്റ്യൂം മഞ്ജു ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസൊക്കെ ഇപ്പോഴും അപ്ഡേറ്റഡാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റാണ്. അതിനൊന്നും ഇപ്പോൾ കണ്ടാൽ അത് പഴയ കാലത്തൊന്നും തോന്നുന്നു. ഇത് തന്നെയാണ് ദേവദൂതനും സംഭവിച്ചത്. ദേവദൂതൻ്റെയും കോസ്റ്റ്യൂംസ് എല്ലാം ഇന്നും കണ്ടംപററി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് പോലെ തന്നെ. അത് സതീഷാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പഴയ സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ മഞ്ജുവിനെ നേരിൽ കാണുന്നവർക്കറിയാം. അതേ മഞ്ജു ആണല്ലോ ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ എവർ ഗ്രീൻ ആയിട്ട് നിൽക്കാൻ ചെയ്യും. സാർ, ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ ഇപ്പോഴും മലയാളികൾ ഓർത്തിരിക്കാൻ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും സമ്രൈൻ ബദലഹീം എന്ന സിനിമ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ സിനിമയ്ക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹം എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു അതിനെ പറ്റിയിട്ട്? ഇതിനകത്ത് ആദ്യത്തെ 2-3 പാട്ടുകൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നു. 2 പാട്ടുകൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷനാണ്. ഒന്ന് മറ്റേ കൺഫ്യൂഷൻ തീർക്കണ പാട്ടും, ഒന്ന് സമ്രൈൻ ബദലഹീം എന്ന പാട്ടും ക്ലൈമാക്സിൽ വരുന്നത്. ഇത് രണ്ടും ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് നിന്ന് ചെന്നൈയിലേക്ക് വിദ്യാസാറിനെ വിളിച്ച സിറ്റുവേഷൻസ് പറയുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെ പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം, കൺഫ്യൂഷൻ തന്നെ ആയിക്കോട്ടെ എന്നൊരു തുടക്കം. അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ളത് പാട്ടിൽ ആ വരി വെച്ച് തുടങ്ങുന്നത്. അപ്പം ഇത്രമാത്രം ഭാഷയുടെ മേൽ ഇത്രമാത്രം സ്വാധീനമുള്ള അക്ഷരങ്ങളെ ഗിരീഷ് എപ്പോഴും പറയും അക്ഷരം എഴുതുന്ന കൈകളാണെന്ന് പറയും. അത്രമാത്രം എഴുത്തിൻ്റെ മേൽ അത്രമാത്രം ഒരു കൺട്രോളുള്ളൊരു റൈറ്ററായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇപ്പോൾ കണ്ണാടിക്കൊണ്ടുമൊക്കെ അതിന് മുമ്പത്തെ എൻ്റെ സിനിമയിലെ ഒരു നിമിഷം ആ ട്യൂണിട്ട് മാറി വിദ്യാസാഗർ ഹാർമോണിയം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ കണ്ണാടിക്കൂട് മുട്ടുന്ന വരി എഴുതി തരികയാണ് ചെയ്യുന്നത്. അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതാൻ കഴിവുള്ളൊരു വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും മിസ് ചെയ്യുന്നു. മഞ്ജു ചേച്ചി ഇപ്പം നേരത്തെ പറഞ്ഞു ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്, അതും ആ ഒരു ഏജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം അഭിനയിച്ചവരെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെത്രത്തോളം മഞ്ജു ചേച്ചിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ? ഈ പടം ചെയ്യാനാണെങ്കിലും ഈ പറയുന്ന പോലെ അഭിനയത്തിലാണെങ്കിലും ഒരുപാട് ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭയങ്കര അറിഞ്ഞ് ആലോചിച്ച് അങ്ങനെ അന്നും ഇന്നും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അറിഞ്ഞ് ആലോചിച്ച് അഭിനയിക്കുകയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ചമ്മലുള്ള കാര്യമാണ്. അപ്പൊ അത് കാരണം ഞാനങ്ങനെ എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാറൊന്നുമില്ല. പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ സിബി സാറും ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ രഞ്ജേട്ടനും ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അതിപ്പോഴും ചെയ്യാറില്ല. പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെയോ? ഇല്ല അല്ല, കസിൻസ് ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.